കേരളം ശരിക്കും ഒരു ഹെൽത്ത് എമർജൻസിയിലാണോ? സാഡ്ലി യെസ്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ അതായത് NFHS-6 ഏറ്റവും പുതിയ കണക്കുകൾ നമ്മെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. കേരളത്തിലെ പകുതിയോളം സ്ത്രീകൾക്കും മൂന്നിലൊന്ന് പുരുഷന്മാർക്കും ഇന്ന് അമിതവണ്ണമുണ്ട്. ഇത് വെറുമൊരു ശാരീരിക മാറ്റമല്ല, മറിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന മെറ്റബോളിക് ട്രാപ്പിൻ്റെ തുടക്കമാണ്. രുചിയുടെ പുറകെ മാത്രം പോകുന്ന നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറ്റാൻ നമ്മൾ തയ്യാറായേ പറ്റൂ. മരുന്നുകളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. ഒരു ഡോക്ടർ എന്ന നിലയിൽ എല്ലാ ദിവസവും ഞാൻ നൂറുകണക്കിന് സ്ത്രീകളെ കാണാറുണ്ട്. അവരുടെ പ്രായം വ്യത്യസ്തമായിരിക്കും, തൊഴിൽ വ്യത്യസ്തമായിരിക്കും, അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ വേറെ വേറെ ആയിരിക്കും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളിൽ ഞാനൊരു പൊതുവായ കാര്യം കാണലുണ്ട്. എന്താണെന്നറിയോ? അമിതവണ്ണം, പ്രത്യേകിച്ച് വയറിൻ്റെ ചുറ്റുമുള്ള കൊഴുപ്പ്. പലർക്കും തോന്നുന്നത് അമിതവണ്ണം ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമാണെന്നാണ്. അല്ല, അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും പതിയെ പതിയെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. എൻ്റെ ക്ലിനിക്കിലെത്തുന്ന ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ഇന്ന് കൂടുതലായി കാണുന്നത് അമിതവണ്ണം, PCOS ഓർ PMOS, ആർത്തവ ക്രമക്കേടുകൾ, ഹോർമോൺ ഇംബാലൻസ്, അതുപോലെ തന്നെ വന്ധ്യതാ പ്രശ്നങ്ങൾ. അതേസമയം മധ്യവയസ്സിലോട്ട് എത്തുമ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗം, സ്ട്രോക്ക്, സന്ധിവേദന ഇവ ഇന്ന് വളരെ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. പണ്ടത്തെ കാലത്ത് 50 വയസ്സിന് ശേഷമായിരുന്നു ഈ രോഗങ്ങളൊക്കെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 25-ലും 30-ലൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം രോഗങ്ങൾ മാറിയിട്ടില്ല, രോഗത്തിൻ്റെ കാരണങ്ങളും മാറിയിട്ടില്ല. മാറിയതെന്താണെന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതശൈലി. ഇവിടെ ഒരു ഞെട്ടിക്കുന്ന കണക്ക് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ആരോഗ്യ സർവേ NFHS-6 വിശകലനം ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വയറിലെ കൊഴുപ്പ് ഏറ്റവും കൂടുതലുള്ള സ്ത്രീകൾ നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലെ ഏകദേശം 65%-ലധികം സ്ത്രീകൾക്ക് ആരോഗ്യത്തിന് അപകടകരമായ തോതിൽ വയറിൻ്റെ ഉള്ളിൽ കൊഴുപ്പുണ്ട്, വിസറൽ ഫാറ്റ് ഉണ്ട് എന്നർത്ഥം. അതായത് നമ്മുടെ 3 സ്ത്രീകളിൽ 2 പേർക്ക് പ്രമേഹം, രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം, PCOS, വന്ധ്യത തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കേരളം ഇന്ന് ഇന്ത്യയിൽ പ്രമേഹ ഭാരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആശുപത്രികളുടെ കുറവ് കൊണ്ടല്ല, ഡോക്ടർമാരുടെ കഴിവുകൊണ്ടല്ല, ഡോക്ടർമാരുടെ കുറവ് കൊണ്ടുമല്ല, നമ്മുടെ ജീവിതശൈലിയാണ് പ്രധാന കാരണം. ഇന്ന് നമ്മുടെ നടത്തം കുറഞ്ഞു. പടികൾ കയറുന്നതിന് പകരം നമുക്ക് ലിഫ്റ്റ് വേണം. അടുത്ത കടയിലോട്ട് പോകാനും നമുക്ക് വണ്ടി വേണം. മണിക്കൂറുകളോളം സോഫയിൽ കിടന്ന് മൊബൈലും ടെലിവിഷനും. അതേസമയം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ജനറേഷന് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചാലേ അവർക്ക് ഭക്ഷണമാവുന്നുള്ളൂ. അത് അവർക്കൊരു ആഘോഷമാണ്. ശരിക്കും അവരുടെ ഒരു ജീവിതശൈലി തന്നെയായി മാറിയിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡ്, പിസ്സ, ബർഗർ, ഷവർമ, ബേക്കറി, പലഹാരങ്ങൾ, മധുരപാനീയങ്ങൾ, റിഫൈൻഡ് മാവിൽ അതായത് മൈദയിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചു വരുന്നു. അതായത് ഒരു 3 കാര്യങ്ങൾ, ഒരു ട്രയാങ്കിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഒരു മൂലയിൽ അമിത കലറി, രണ്ടാമത്തത് കുറഞ്ഞ വ്യായാമം, മൂന്നാമത്തത് കൂടിയ സമ്മർദ്ദം. നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ നിശബ്ദമായി നശിപ്പിച്ചിരിക്കുന്ന 3 ഫാക്ടേഴ്സാണിത്. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു വീട്ടിലെ ആഭ്യന്തരമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ നമ്മുടെ വീട്ടമ്മയാണ്. വീട്ടിൽ എന്ത് പാചകം ചെയ്യണം, കുട്ടികൾ എന്ത് കഴിച്ച് വളരണം, കുടുംബത്തിൻ്റെ ഭക്ഷണശീലം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ സ്ത്രീകളാണ്. അതുകൊണ്ട് ഒരു സ്ത്രീ ആരോഗ്യപരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കുടുംബം മുഴുവൻ ആരോഗ്യം തിരഞ്ഞെടുക്കുകയാണ്. വ്യായാമത്തിൻ്റെ കാര്യം വരുമ്പോൾ പല സ്ത്രീകൾ എന്നോട് പറയാറുണ്ട്, വീട്ടുപണി ഇഷ്ടം പോലെ ഉണ്ട് മാഡം, എന്തിനാണ് വ്യായാമമെന്ന്. പക്ഷേ ഈ വീട്ടുപണി സ്ഥിരമായ ഹൃദയമിടിപ്പ് ഉയർത്തുന്ന, ശരീരത്തെ ഫിറ്റാക്കി നിർത്തുന്ന വ്യായാമത്തിന് പകരമാവില്ല.
ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വേഗത്തിൽ നടക്കുക, പടികൾ കയറി ഇറങ്ങുക, കുട്ടികളോടൊപ്പം കളിക്കുക, ഇവയെല്ലാം തന്നെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നോക്കൂ. ആരോഗ്യം മരുന്നിലൂടെ മാത്രം വേണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. ജീവിതശൈലി ആയിരിക്കണം നിങ്ങളുടെ മുൻപന്തിയിൽ വേണ്ടത്. ഡോക്ടർമാർക്ക് മരുന്ന് എഴുതാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും സർജറി ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് പകരം നടക്കാനോ, നിങ്ങൾക്ക് പകരം ആരോഗ്യമുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാനോ, നിങ്ങൾക്ക് പകരം വ്യായാമം ചെയ്യാനോ ഒരു ഡോക്ടർക്കും കഴിയില്ലല്ലോ. അപ്പം ഇന്ന് വീട്ടിലെത്തി നിങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുക്കുന്നു. എന്താണ്? ഇനി മുതൽ ദിവസവും ഒരു 30 തൊട്ട് 45 മിനിറ്റ് വരെ നടക്കും, പുറത്തു നിന്നുള്ള ഭക്ഷണം കുറക്കും, കുട്ടികൾക്ക് ആരോഗ്യപരമായ ഭക്ഷണശീലം പഠിപ്പിക്കും, എൻ്റെ ആരോഗ്യത്തിനായി ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കും. ഞാൻ അവസാനമായി നിങ്ങൾക്ക് തരുന്ന ടിപ്പ് എന്ന് വെച്ചാൽ, ലൈഫ് കെയർ ഹോസ്പിറ്റൽ ഒരുക്കുന്ന വിവിധ തരം ഹെൽത്ത് ചെക്കപ്പുകളെ പറ്റി അറിയാൻ വേണ്ടി നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ വെറും വയറ്റിൽ ഹോസ്പിറ്റലിലെത്തുക. നിങ്ങളുടെ ലാബ് പരിശോധനകൾ ഫിസിഷ്യൻ തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് ഫിസിഷ്യൻ നിങ്ങളുടെ ശാരീരിക പരിശോധനകൾ നടത്തിയിട്ട് ആവശ്യമുള്ള ഗുളികകളും അതുപോലെ തന്നെ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തരും. 2 ഗുളിക കുറിച്ച് വിടുന്നതല്ല ശരിക്കുള്ള ചികിത്സ. നിങ്ങളുടെ ജീവിതശൈലിയും പഴയ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിരുന്നോ, ഇതൊക്കെ വിശകലനം ചെയ്തൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കൺസൾട്ടേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിനായി നിങ്ങൾക്ക് ലൈഫ് കെയർ ഹോസ്പിറ്റൽ വളരെ കോൺഫിഡൻ്റായി വിസിറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.